എരുമേലിയിൽ അയ്യപ്പന്മാരുടെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ പിടിച്ചുപറിയെന്ന വാർത്ത. പാർക്കിംഗ് പാസിന് നിശ്ചയിച്ച തുകയേക്കാൾ ഇരട്ടി തുകയാണ് കരാറുകാർ അവിടെ പിരിക്കുന്നത്. രസീതുകളിൽ പോലും തിരിമറി. പകൽക്കൊള്ളയിൽ കണ്ണടച്ചിരിക്കുകയാണ് അധികൃതരും. ജനം ഇൻവെസ്റ്റിഗേഷൻ ഈ വാർത്ത പ്രേക്ഷകർക്ക് മുൻപിലായി വയ്ക്കുന്നു. മിഥുൻ അയ്യപ്പൻ ചേരുകയാണ് വിവരങ്ങളുമായി. മിഥുൻ, എങ്ങനെയാണ് പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഇത്രയധികം ഇരട്ടി തുക പോലും നൽകി ചെയ്യേണ്ട ഒരു അവസ്ഥ അയ്യപ്പന്മാർക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്? ഇതിൽ അധികൃതർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഏതാണ്ട് 19 പാർക്കിംഗ് കേന്ദ്രങ്ങളാണ് എരുമേലിയിലുള്ളത്. ദേവസ്വത്തിൻ്റെയും എല്ലാമായിട്ട് ഉള്ളത്, പ്രൈവറ്റ് വ്യക്തികളുടെയും എല്ലാമായിട്ടുള്ളത് 19 എണ്ണമാണ്. ഇവിടുത്തെ എല്ലാം പാസുകളുടെ വില, അതായത് പാർക്കിംഗ് പാസുകൾ ഏകീകരിച്ചിട്ടുണ്ട്. കൃത്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന പാർക്കിംഗ് തുകയ്ക്ക് മാത്രമേ അവിടെ എരുമേലിയിൽ പാർക്കിംഗ് അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിൽ കാറിന് 30 രൂപയും പിന്നീട് സീറ്റിങ്ങുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് 40 രൂപ, 50 രൂപ, 75 രൂപ, 100 രൂപ ബസ്സിന് എന്ന ക്രമത്തിലാണ് സീറ്റിംഗ് അനുസരിച്ച് ഉള്ളത്. പക്ഷേ പലപ്പോഴും എല്ലായ്പ്പോഴും ഇത്തരത്തിൽ നടക്കുന്നത് എന്ന് പറയുന്നത് കാറിന് 50 രൂപ വരെ പാർക്കിംഗ് ഫീസ് വാങ്ങുന്നു. അതുപോലെ തന്നെ വാനുകളുടെ തുക, വാനിന് നൽകേണ്ട 50 രൂപയാണ് കാറിന് രസീതായി നൽകുന്നത്. ചില തീർത്ഥാടകരിൽ നിന്ന് ബസ്സിന് നൽകുന്ന 100 രൂപയുടെ റെസിപ്റ്റ് ബസ് എന്നുള്ളത് വെട്ടിത്തിരുത്തിക്കൊണ്ട് കാറിന് നൽകുന്നു എന്നുള്ളതാണ് വ്യാപകമായി ഉയർന്ന പരാതി. ഹൈന്ദവ സംഘടന പലരും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഇത് കയ്യോടെ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കയ്യോടെ പിടികൂടി അധികൃതരെ ഏൽപ്പിച്ചാലും പോലീസിനെ ഏൽപ്പിച്ചാലും കൃത്യമായിട്ടുള്ള നടപടികൾ ഇതിന് പിന്നാലെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ എരുമേലി ക്ഷേത്രത്തിന് തൊട്ടു മുമ്പിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് സമാനമായിട്ടുള്ള സംവിധാനങ്ങൾ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് സീലില്ല, ദേവസ്വം ബോർഡിൻ്റെ സീലില്ലാത്ത റെസിപ്റ്റുകൾ പിടികൂടിയിരുന്നു. ഇവ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചെങ്കിലും വലിയ രീതിയിലുള്ള നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുകയോ ചെയ്യാതെ അത് കേസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിൽ എടുത്തുകൊണ്ട് പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് തീർച്ചയായും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ചൂഷണം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ തുടർന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അപ്പം തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇല്ലാതെ ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ മാത്രമായി പകൽക്കൊള്ള അനുവദിക്കാനാകില്ല എന്നത് തന്നെയാണ് ഭക്തജനങ്ങളോടൊപ്പം കേരള മനസാക്ഷി പറയുന്നത്. എന്തായാലും മിഥുൻ തുടരുക, കാരണം ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നെങ്കിലും ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഹാപ്പനിങ് നൗവിൽ ഇത് വിശദമായ ചർച്ചയ്ക്ക് നമ്മൾ എടുക്കുകയാണ്. പ്രതികരണങ്ങൾ ആരായേണ്ടതുണ്ട്, അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇത് വീണ്ടും എത്തിക്കേണ്ടതുമുണ്ട്.